ഗൗതം നിള നമ്പ്യാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നെ ഭയങ്കര ഫേമസ് അല്ലേ. എങ്ങനെ അറിയാം നിനക്ക്? അവരെ തുണ്ട് വീഡിയോസും ഫോട്ടോഷൂട്ടും ഞാൻ വെറുതെ ചോദിച്ചത്. അവരെ അറിയാത്ത ആളുകളായിട്ടാരുമില്ല. ആളുകൾക്ക് നിള നമ്പ്യാർ അവര് പേര് മാറ്റിയത് തന്നെ വലിയ അവരുടെ കൂടെ നമ്പ്യാർ എന്നുള്ള സാധനം വാക്കിൽ കൂടെ ചേർത്തത് ഒരു മതത്തിൽ നിന്ന് അവരേക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു അധിക്ഷേപം നേരിടുന്നു. അതുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പൊതുസമൂഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പേരിന്റെ വാലിന്റെ കൂടെ നമ്പ്യാർ എന്ന് ചേർത്തതെന്നൊക്കെല്ലാം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിള നമ്പ്യാർ യസ്മ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൽ, അത് ആ വെബ് സീരീസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ കേട്ട ഒരിതാണ്. കേട്ടിട്ടുണ്ടോ യസ്മ വെബ് സീരീസ്? ആ വെബ് സീരീസിൽ പിന്നെ അത് ഭയങ്കര ഫേമസ് ആണ്, ന്യൂജൻ കുട്ടികൾക്കിടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ആ വെബ് സീരീസ്. അതിന് എതിരെ ഇടയ്ക്ക് വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ വെബ് സീരീസുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ അവൾ അറിയാതെ തന്നെ ചില വീഡിയോസൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പിന്നെ വിവാദം ഇതൊക്കെ ഉണ്ടായി. അത് എത്രത്തോളം ഞാൻ അതിൽ കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ആ വെബ് സീരീസിനെ പറ്റി എനിക്കും അറിയില്ല. എനിക്ക് ആ വെബ് സീരീസിനെ കുറിച്ച് അറിയില്ല. ഞാൻ കുലസ്ത്രീ ആയതുകൊണ്ടല്ല എനിക്കറിയാത്തത്. ഇനി അത്തരം ചില കമൻറ്റുകൾ വരണ്ട. ഞാൻ ഈ വെബ് സീരീസിനെ കുറിച്ച് പിന്നെ കൂടുതൽ അറിയാനുള്ള താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ അത് അത്ര വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നാത്തത് കൊണ്ട് കൂട്ടുകാർക്കിടയിൽ നിന്ന് വെബ് സീരീസിനെ പറ്റി അറിയാൻ പറ്റിയിട്ടില്ല. കൂട്ടുകാർക്കിടയിൽ നിന്ന് ഇത്തരം പേരുകൾ, പിന്നെ ഇതിൻ്റെ ക്രിസ്മസ് കേക്ക്, പാൽപ്പായസം, നീ പാൽപ്പായസം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും പാൽപ്പായസം അതേതാ പുതിയ സിനിമ എന്ന് ചോദിക്കുമ്പോഴാണ് അല്ല അത് ഈ വെബ് സീരീസിലൊരു പാർട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലാതെ അത് കണ്ട് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സമയം കിട്ടുകയാണെങ്കിൽ അത് മനസ്സിലാക്കണേ. വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യൻ ഏത് രീതിയിലാണ് മാറാത്തതല്ലേ, സംഭവിക്കാം. അതെ, ഞാൻ ഇപ്പോൾ ഈ പിന്നെ എന്തുവാ ഇന്നാള് ഗൗതം എനിക്കൊരു കമന്റ് അയച്ചു തന്നില്ലേ, ഞാനിരുന്ന് ഏതൊരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കമന്റ് അയച്ചു തന്നു. എന്തോ ഞാൻ കുലസ്ത്രീ പോലെയാണ് സംസാരിക്കുന്നത്. ഞാനൊരിക്കലും കുലസ്ത്രീ ആവാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വാക്കുകൂടിയാണ് ഈ കുലസ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥനല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ അവൾ ഭയങ്കര കുലസ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് ഈ കുലസ്ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഈ നിള നമ്പ്യാരുടെ ഒരു വീഡിയോ കണ്ടു. നിള നമ്പ്യാരെ അവർ മോശക്കാരിയാണ്, അവർ ചെയ്യുന്നതൊക്കെ മോശമാണ് ഇതൊന്നും ഞാൻ പറയില്ല. അവരുടെ ഇഷ്ടം, അവരുടെ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട്, പിന്നെ കുക്ക് ചെയ്യുമ്പോൾ പോലെ ശരീരത്തെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട്, ബ്രസ്റ്റിൻ്റെ പല ഭാഗങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അവർ ഈ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗം കാണിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അത് കാണുന്നവർക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങളത് കാണണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിള നമ്പ്യാരുടെ ഒരു വീഡിയോ, ഇപ്പോൾ ഈ യസ്മയുമായി ബന്ധപ്പെട്ട നിള നമ്പ്യാരുടെ കുറച്ച് വാർത്തകൾ ഞാൻ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ നിള നമ്പ്യാർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം വളരെ മോശമായിട്ടാണ് ആ പെൺകുട്ടിയുടെ ഈ ഒരു ഫോട്ടോഷൂട്ടിനെ കുറിച്ചും ഈ ഒരു രീതിയെക്കുറിച്ചും സംസാരിക്കുന്നത്. അത് പെറ്റമ്മ പോലും സഹിക്കുമോ, ഇങ്ങനെ തുണി ഉരിഞ്ഞിട്ട് പിന്നെ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ നാണമില്ലേ? പിന്നെ അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിള നമ്പ്യാർ പറയുന്നുണ്ട്, ഞാൻ ഈ പേര് മാറ്റിയതിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചെങ്കിലോ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാത്രമല്ല നോ എന്ന് പറയേണ്ടിടത്ത് ഞാൻ നോ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. ഒരു പെൺകുട്ടി ക്യാമറയ്ക്ക് മുമ്പിൽ പിന്നെ അല്പവസ്ത്രധാരണിയായി വന്ന് നിന്നുകൊണ്ട് അവൾ അഭിനയിച്ച, അവൾക്ക് നോ പറഞ്ഞുകൂടാ, അവൾ എല്ലാവരുടെയും പോയി കിടക്ക പങ്കിടുന്നവളാണ് എന്ന് വിചാരിക്കുന്ന ആളിനാണ് പ്രശ്നം. അവൾക്ക് അവളുടേതായ വ്യക്തിത്വം ഉണ്ടാകും. ഒരു പെൺകുട്ടി തുണി അഴിച്ചു എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കുറച്ച് ശരീരഭാഗം കാണിച്ചു എന്ന് കരുതി അവൾക്ക് വ്യക്തിത്വം ഇല്ലാതാവുന്നില്ല. അത് അവൾ പ്രൊഫഷണലായിട്ട് എടുക്കുകയായിരിക്കും. പേഴ്സണൽ ലൈഫിൽ അവളുടെ സ്വകാര്യതകൾ, അവളുടെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ നിള നമ്പ്യാർ, ഇപ്പം ഞാൻ സണ്ണി ലിയോൺ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഗതാഗതം വരെ നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ടാണ്? നിള നമ്പ്യാർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് സണ്ണി ലിയോൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ അതിൽ നിന്നൊക്കെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിൽ കൂടുതൽ കാര്യങ്ങളില്ല. എന്തിനേറെ പറയുന്നത്, മലയാളികൾ വരെ ഇപ്പോൾ ബഹുമാനിക്കുന്ന ഷക്കീല ഒരു സമയത്ത് തുണ്ടുപടങ്ങൾ എന്ന് പറയുന്ന പടങ്ങളിലെ നിത്യ സാന്നിധ്യമായിരുന്നു.
എന്ന് കരുതി ഷക്കീല പിന്നെ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും ഷക്കീല പിന്നെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോഴും തുണിയില്ലാതെയാണോ പോകുന്നത്, അല്പവസ്ത്രധാരണിയായിട്ടാണോ പോകുന്നത്? അത് അവരുടെ ജീവിത മാർഗമാണ്. അപ്പം നോ പറയേണ്ടടുത്ത് നോ പറയണമെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് നിന്റെ ഭർത്താവ് നിന്നോട് തുണി അഴിക്കാൻ പറഞ്ഞപ്പോൾ നീ നോ പറയണമായിരുന്നു. അപ്പം ഭർത്താവ് തുണി അഴിക്കാൻ പറഞ്ഞിട്ടാണോ അവരഴിച്ചത് എന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? എനിക്കിപ്പോൾ ഞാൻ ഫോട്ടോഷൂട്ട് നടത്തേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോഷൂട്ട് എനിക്കിതാണ് എൻ്റെ താല്പര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നു. തമിഴ് സിനിമകൾ നമ്മൾ കാണുന്നു. തമിഴ് സിനിമകളിൽ എത്രയോ നടിമാർ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് വയറിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അഭിനയിക്കുന്നില്ലേ? അതിന് വാങ്ങുന്നത് 2, 3, 4, 5 കോടികളാണ്. നമ്മളൊക്കെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നവരുടെ ആദ്യത്തെ സിനിമകൾ എടുത്ത് നോക്കണം, തമിഴ് സിനിമകളിലെയൊക്കെ ഇത്തരത്തിലുള്ള സമീപനത്തോടു കൂടി തന്നെയാണ് അവരൊക്കെ സിനിമയിലെത്തിയത്. താല്പര്യമുള്ളവർ ഊരിക്കോട്ടെ. അതിലിപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ്? നിള നമ്പ്യാർക്ക് ഫോട്ടോഷൂട്ട് നടത്താനോ അല്ലെങ്കിൽ ഇത്തരം തുണ്ട് പടങ്ങളിൽ അഭിനയിക്കാനോ അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ അവരെ എന്തിനാണ് അവരിടുന്ന ഫോട്ടോസിൻ്റെ അവർ പറയുന്ന കാര്യങ്ങളുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന സദാചാര ഓളികളുണ്ടല്ലേ, ഇവനെയൊക്കെ അങ്ങനെ വിളിക്കാൻ എനിക്ക് തോന്നും. ഇവനൊക്കെ രാത്രി ലൈറ്റ് അണഞ്ഞു കഴിയുമ്പോൾ ഓരോ സൈറ്റ് തേടിപ്പോവും. ഇപ്പൊ ചോദിക്കും ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന്. നിന്റെയൊക്കെ വർത്താനം കേട്ടാൽ അറിയാം നീയൊക്കെ ഏത് വഴി വരെ എത്തുമെന്നുള്ളത്. രാത്രി പല മറ്റേ റെസ്ട്രിക്റ്റായ സൈറ്റുകളൊക്കെ തേടിപ്പോവും. അവിടെ ചെന്ന് നിന്ന് പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളും പെണ്ണിൻ്റെ ശരീരം ആസ്വദിച്ചുകൊണ്ട് സ്വന്തമായി സ്വയംഭോഗം ചെയ്യാനൊന്നും ഒരു പ്രശ്നവുമില്ല. സമൂഹത്തിലെത്തുമ്പോൾ ഈ പെറ്റ തള്ള സഹിക്കില്ല, ഇവക്ക് തുണി ഊരാൻ എന്താണ് അധികാരം, ഇവൾ തുണി ഊരിക്കൊണ്ട് എന്താണ് ചെയ്യുന്നത്, ഇവള് ഇത്തരം സദാചാര വാദങ്ങൾ പറയുന്ന സദാചാര ഓളികളെ വേണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാനുള്ളത്. ഒരു തെറ്റുമില്ല അതില്. അവർക്ക് ഒരു പെണ്ണ് തുണി ഉരിഞ്ഞിട്ട് നിൽക്കുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ലേ കാണണ്ടോ? അവർക്ക് ഇഷ്ടമില്ല, അവരാ ഇഷ്ടം തുറന്നു പറയും. ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. പക്ഷെ അവരങ്ങനെ സദാചാരവാദികൾ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ സദാചാരം പറഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ സദാചാരം പറയാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സദാചാരി ആളുകൾ വേണം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഈ ലോകത്തില്ല. എല്ലാവർക്കും അവരവരുടേതായ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, ശരികളുണ്ട്. ഇപ്പം എന്നെക്കാട്ടിലും ചിലപ്പോൾ ശരികൾ കൂടുതൽ ഗൗതമിനായിരിക്കും, ഗൗതമിനെക്കാട്ടിലും ശരികൾ കൂടുതൽ ചിലപ്പോൾ മറ്റൊരാൾക്കായിരിക്കും. അതിനൊക്കെ ഓരോ ഇതുണ്ട്. ഇപ്പോൾ നിള നമ്പ്യാർ അങ്ങനെ. ഞാൻ വീണ്ടും പറയുന്നു, നിള നമ്പ്യാരെ വിമർശിക്കാൻ ഇവിടെ ആളുകൾക്ക് അധികാരമുണ്ട്. അവർ ഏതെങ്കിലും രീതിയിൽ ഓരോ ആളുടെ മൂല്യമായിരിക്കും, അയാളുടെ നിലവാരത്തിനനുസരിച്ചിട്ട് അയാൾ വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടൊക്കെയാണ് ഒരു കാര്യത്തോട് ഒരു വ്യക്തി പ്രതികരിക്കുക. അപ്പം നിള നമ്പ്യാരിൻ്റെ വിഷയത്തിൽ അയാൾ കാണിക്കുന്നത് വളരെ മോശമാണ്, ഇവർക്ക് നാണമില്ലേ ഇങ്ങനെ കളിക്കാനെന്നൊക്കെ പല ആളുകൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞോട്ടെ. അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനുള്ള അവകാശം അവർക്കുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് അവർ നിങ്ങളെ അനുസരിക്കണം എന്നൊക്കെയുള്ള വല്ല ധാരണയും നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് 8 മടക്കിയിട്ട് മടിക്കുത്തിന് തോഴെ വെച്ചാൽ മതി എന്ന് പറയുമല്ലോ, അപ്പോൾ അവിടെ വെച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങളെ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ പറയുന്ന അഭിപ്രായം കേൾക്കണോ വേണ്ടയോ സ്വീകരിക്കണോ എന്നുള്ളത് കേൾക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ കാണുന്ന ആളുടെയോ ഒക്കെ. അപ്പോൾ പക്ഷെ ഒരാളുടെയും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് അടിച്ചമർത്തി നമ്മളുടെ ഒരു അഭിപ്രായം കയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ നിള നമ്പ്യാർ ഒരു കൃഷ്ണഭക്തയാണ്. നേരത്തെ തന്നെ അവർ വലിയ രീതിയിലുള്ള ഒരു കൃഷ്ണഭക്തയാണ്. അവർ എന്തുകൊണ്ടാണ് ഈ മോഡലിംഗ് ഫീൽഡിൽ വന്നപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ മുൻകാലത്തെ പേര് മാറ്റേണ്ടി വന്നത് എന്നുള്ളത് പോലും നമുക്കറിയാലോ. പ്രത്യേകിച്ചും മതത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായി. കാരണം അവർക്കിഷ്ടം മോഡലിംഗ് ആണ്. മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട്. ആത്മഹത്യയുടെ വക്കിലേക്ക് ജീവിതം ഒരിടവും എത്താതെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയപ്പോൾ ഈ സദാചാരം പറയുന്നവരെ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാനോ ഒരു ജോലി വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ മക്കളെയും സംരക്ഷിക്കാനോ ഈ പറയുന്ന സദാചാരക്കാരും കണ്ടില്ല. അവിടെ നിന്ന് പിന്നെ എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് മനസ്സിലായി ഏത് മേഖലയിലാണ് കൂടുതൽ ആളുകൾ ഉള്ളത്.
ഏത് മേഖലയിലാണ് ആളുകൾ കാണാൻ കൂടുതലുള്ളത് ആ മേഖലയിലേക്ക് അവർ തിരിഞ്ഞു. ജസിയാന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഈ നിള ജസിയ അസ്ലാം എന്നായിരുന്നു നേരത്തെ അവരുടെ പേര് അതായിരുന്നു. പിന്നീടാണ് അവര് ഇൻസ്റ്റാഗ്രാമിലടക്കം നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച് അവര് മതത്തിൽ നിന്ന് പുറത്തുപോയി വേറൊരു മതം സ്വീകരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എത്ര മാത്രമാണെന്ന് നമുക്കറിയില്ല. അപ്പം ചില ചിന്താഗതിക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് സ്ത്രീകള് ശരീരം ഊരുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ട് നിക്കറിട്ട് നടക്കുന്നതോ, അവർക്ക് ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രമാണ് ഒരു ആൾ ധരിക്കുക, അത് അവർക്ക് ഇഷ്ടമല്ല. തുട കാണാത്ത, കൈ കാണാത്ത, മുഖം കാണാത്ത, കണ്ണ് മാത്രം കാണുന്ന ചില പ്രത്യേക വസ്ത്രധാരണ രീതിയിലൂടെയൊക്കെ നടക്കുന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളൊരു രീതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ ഇവർക്ക് ഇപ്പോഴും ഇവരെ എതിർക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം അതല്ലാത്ത മറ്റു ചില ആളുകളും ഉണ്ട്. എന്തായാലും ആർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് അവരവരുടെ സന്തോഷം കണ്ടെത്തി ജീവിക്കട്ടെ. ഒരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ, എന്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു കയറി ആവശ്യമില്ല. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് കാണുക, കാണാൻ ഇഷ്ടമില്ലാത്തത് സ്ക്രോൾ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.